ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. ഇത്തരത്തിലാണ് ഒരു ഏരിയ ഉള്ളതെങ്കിൽ ആ ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഇനി ആ ഒരു ഏരിയക്ക് അവിടെ പ്രാധാന്യം വരുന്നു, കാരണം ആ ഒരു ഏരിയയുടെ ഇൻക്ലിനേഷൻ, ഇത്തരത്തിലുള്ള ഏരിയ കൂടി ഇത്രയും ലൈൻസ് ആണ് പാസ് ചെയ്തതെന്ന് കരുതുക. ഓക്കെ, ഇതാണ് ആ ഒരു ഏരിയ എങ്കിൽ ഇതിലെ കൂടി പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഒരു 5 എണ്ണമാണെന്ന് കരുതുക. എക്സാമ്പിൾ, ഞാൻ ചരിച്ച് ചെയ്യുമ്പോൾ അത്രയും ലൈൻസ് ഇതിലെ കൂടി പാസ് ചെയ്യുമോ? ഇല്ല, അതിനും ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ വെക്ടർ തന്നെയായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെയും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം അല്ലേ, ആ ഒരു ഏരിയയുടെ ഇൻക്ലിനേഷൻ വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ എന്താണ് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ദി യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ടോട്ടൽ ഏരിയയുടെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെറിയൊരു ഏരിയയുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ ഫ്ലക്സ് ഡെൽറ്റ ഫൈ നമുക്ക് പറയാൻ സാധിക്കും. നോക്കാം, ഇതാണ് ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഡെൽറ്റ എസ് ആണ് അവിടുത്തെ സ്മോൾ ഏരിയ. ഡെൽറ്റ എസിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടർ ഹെഡ് തന്നെ കൊടുക്കാം, കാരണം എന്താണ്, ഏരിയ അവിടെ വെക്ടർ തന്നെയാണ്. ഓക്കെ, ഇനി അതിരിക്കുന്നത് എങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഏരിയ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇനി ഈ ഒരു ഏരിയയിൽ കൂടി എത്രമാത്രം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇലക്ട്രിക് ഫ്ലക്സിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് തീറ്റ ആംഗിളിലാണ് അത് അവിടെ കൂടി പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു ഫോർമുല എഴുതാം. എന്താണ്? ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് ഡോട്ട് പ്രൊഡക്റ്റിനെ മാറ്റിക്കൊണ്ട് നമുക്ക് എഴുതാം. ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഫോർമുല? അവിടുത്തെ ഫ്ലക്സിൻ്റെ ഫോർമുല. ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ, പേരിൽ തന്നെയുണ്ട് ഡൈപോൾ. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഇങ്ങനെ എഴുതുക. പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഓക്കെ, പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ അവരെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണെന്ന് പറയാം. ഓക്കെ, ഇത്തരത്തിലൊരു ചെറിയ ഡിസ്റ്റൻസിലാണ് അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മളത് അവരെന്ത് വിളിക്കും? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും. ഓക്കെ, ഡൈപോൾ മൊമെന്റ് എന്താണ്? ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുന്നു, Q ഇൻറ്റു അവരുടെ ആ ഒരു ഡൈപോൾ ലെങ്ത് എന്നാണ്, അവർക്കിടയിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് 2a. അതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുക. P ഈക്വൽ ടു Q ഇൻറ്റു 2a എന്നതാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് മനസ്സിലാക്കി. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നമ്മൾ നോക്കി. അടുത്തത് എന്താണ് ഡൈപോൾ മൊമെന്റ്? P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2a. Q ആണ് ചാർജ്, 2a ആണ് ഡൈപോൾ ലെങ്ത്. കണ്ടോ, ഇങ്ങനെ ഇത്തരത്തിൽ രണ്ട് ചാർജുകളെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈക്വൽ ആയിരിക്കും ചാർജസ്, എന്നാൽ ഓപ്പോസിറ്റ് ചാർജുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നും ഡൈപോൾ മൊമെന്റ് എന്താണെന്നും ഉള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആക്സിയൽ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ഡൈപോളിന്റെ രണ്ട് ചാർജസും, ഓക്കെ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആണെങ്കിൽ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ചാർജ് ആണെങ്കിൽ ഇവരെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈനാണ് ആക്സിയൽ ലൈൻ. ഓക്കെ, ഈ ഒരു ലൈനിനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് വിളിക്കുക. ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ ഉള്ളത് എന്താണ്? ഇങ്ങനെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഡൈപോൾ ഉണ്ട്. അതിൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ P ഈസ് ഈക്വൽ ടു 2a Q എന്നുള്ളതാണ്. ഓക്കെ, ഇനി A എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്? ആ ഡൈപോളിന്റെ ഒരു സെന്റർ ഉണ്ട്, O എന്ന് പറയുന്നത്. ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് A, ടോട്ടൽ ലെങ്ത് ആണ് 2a. ഇനി E എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ, ആൻഡ് EB എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ. ഓക്കെ, ഇനി R എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ദി ഡൈപോളിൽ നിന്ന്, അതായത് നമ്മുടെ എവിടെയാണോ എയുടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്നത് ആ പോയിന്റ് എന്ന് പറയുന്നത് S ആണ് കേട്ടോ. അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ നിന്ന് S വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R. ലെറ്റ് S be a point at a distance R from the center of the dipole. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അപ്പോൾ ആദ്യമേ നമുക്ക് എന്തെഴുതാം? EA എന്താണെന്നുള്ളത് എഴുതാം. ഒരു കാര്യം ആദ്യമേ പറഞ്ഞോളട്ടെ, ഈ A എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ? SA എന്നുള്ള രീതിക്കായിരിക്കും. മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് SA എന്നുള്ള ഡയറക്ഷനിലായിരിക്കും.
ഇനി പ്ലസ് ക്യൂ എടുക്കുമ്പോൾ ഇ ബി എന്ന് പറയുന്നത് എങ്ങോട്ടുള്ള ഡയറക്ഷനിലേക്കായിരിക്കും? ഈ ഡയറക്ഷനിൽ ബി എസ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങോട്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിയിലേക്കും ഒരു പോയിന്റ് ഇട്ടോട്ടെ, എസ് പി എന്നിടാം. ഓക്കെ, അപ്പോൾ എന്താണ് എസ് പി ആ ഡയറക്ഷനിലേക്കായിരിക്കും ആരാക്ട് ചെയ്യുന്നത്? നമ്മുടെ പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് അങ്ങോട്ട് എസ് പി എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അവിടുത്തെ ഒരു ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇ എയും ഇ ബിയും ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് ഇ എ എഴുതാം. ഓക്കെ, അപ്പോൾ ഇ എ എഴുതാം. ഇ എ ഇസ് ഈക്വൽ ടു 1/4πε0. എന്തായിരുന്നു അവിടുത്തെ ചാർജ്? മൈനസ് ക്യൂ അല്ലേ? മൈനസ് ക്യൂ ബൈ ആർ. ഡിസ്റ്റൻസ് എത്രയാണ്? ആറും ഈ ഒരു എയും കൂടി ആഡ് ചെയ്യണം, ആർ പ്ലസ് എ. അപ്പോൾ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. എങ്ങോട്ടാണ്? എലോങ്. നോക്കാം, എലോങ് എസ് എ. എലോങ് എസ് എ. ഓക്കെ, ഇനി ഈ ബിയിലുള്ളതോ? ഈ ബിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ, നോക്കിക്കേ ഇവിടെ തൊട്ടുള്ളതാണ്, അപ്പോൾ ഈ വേണ്ട. അപ്പോൾ ആറിൽ നിന്ന് എ കുറച്ചിട്ടുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ എലോങ് എന്താണ് ഡയറക്ഷൻ? എസ് പി. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബി എസ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ ആണെങ്കിലും എസ് പി എന്ന് പറഞ്ഞ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം ഇങ്ങോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് ഇവിടെയാണ് കേട്ടോ. എലോങ് എന്തായിരുന്നു? എസ് പി. എലോങ് എസ് പി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫീൽഡ് എന്ത് കൊടുക്കാം? ടോട്ടൽ ഫീൽഡ് ഇ എന്ന് കൊടുക്കാം. ടോട്ടൽ ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി. ഓക്കെ, ഇ എ പ്ലസ് ഇ ബി. ഇതിനകത്ത് ഈ എ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ക്യൂ കാരണം ഉണ്ടായിരുന്നതാണ് അല്ലേ? മൈനസ് ക്യൂ കാരണം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ മൈനസ് എ പ്ലസ് ഇ ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ എടുത്ത് എഴുതാം. എങ്ങനെയാണ്? 1/4πε0 കോമൺ ആയിട്ട് എടുക്കാലോ. മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ക്യൂവിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ക്യൂ ഇവിടെ കോമൺ ആയിട്ട് വരുന്നു. ക്യൂ ഇൻറ്റു മൈനസ് 1/r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് വരുന്നു? 1/r മൈനസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 1/r മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും നമുക്ക് എഴുതാം കേട്ടോ. ഇ ബി മൈനസ് ഇ എ എന്നും നമുക്ക് എഴുതാം. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഉണ്ടാവുക. അതൊന്ന് എഴുതാം. 1/4πε0 എങ്ങനെ വരുന്നു? 1/r മൈനസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ വരും? 1/4πε0 r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് r മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ r മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? r പ്ലസ് എ ദി ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? r പ്ലസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം r സ്ക്വയർ. ഇതൊന്ന് കറക്റ്റ് ആക്കി എഴുതാം നമുക്ക്. r സ്ക്വയർ പ്ലസ് 2r പ്ലസ് ഓക്കെ സോറി, അപ്പോൾ അത് വരുന്നത് എന്താണ്? r സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എഴുതുന്നത് പോലെ തന്നെ ഇനി r മൈനസ് എ ദി ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. r സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇനി അതങ്ങ് കൊടുക്കാം. ഇനി എന്താ വരുന്നത്? r മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് ഒരുമിച്ചൊന്ന് സ്ക്വയർ കൊടുത്താലോ? എങ്ങനെ കൊടുക്കാം? അത് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ കൊടുക്കാം. 1/4πε0 എങ്ങനെ എഴുതാം? r സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ. ഇനി
മൈനസ് ആണ്, മൈനസ് ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ സ്ക്വയർ, ആർ പ്ലസ് എ സ്ക്വയറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? നമുക്ക് അവിടെ നിന്ന് എഴുതാം. എന്താ ഇപ്പോൾ ചെയ്തത്? ആ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കൊടുത്തു. ഇനി എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ക്യാൻസൽ ആക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ക്യാൻസൽ ആക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് പ്ലസ് അല്ല മൈനസ് ആണ് വരുന്നത്, മൈനസ് എ സ്ക്വയർ. ഓക്കെ, is equal to minus a square. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും ആർ സ്ക്വയർ ക്യാൻസൽ ആവുന്നു, എ സ്ക്വയർ ക്യാൻസൽ ആകുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 1/4π എപ്സിലോൺ 0 എന്താ വരുന്നത്? 2 + 2 4ar ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും? ഇനി ആ 4ar-ന് ഇവിടെ ക്യൂ ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ക്യൂ ഉണ്ട്. q/4πε0 എന്നതാണ് വരുന്നത്. q/4πε0. ഓക്കെ, q/4πε0. ഇനി q ഇൻറ്റു 2a, 4a-നെ 2a ഇൻറ്റു 2a എന്ന് എഴുതാം. അപ്പോൾ q ഇൻറ്റു 2a ഇൻറ്റു 2a നമുക്ക് എങ്ങനെ എഴുതാം? q ഇൻറ്റു 2a ഇൻറ്റു 2a-നെ നമുക്ക് എഴുതാം എങ്ങനെ? ഡൈപോളിന്റെ മൊമെന്റിൽ എഴുതുക. നോക്ക്, 2 ഇൻറ്റു 2a ഇൻറ്റു q, 2 ഇൻറ്റു 2a ഇൻറ്റു qയിൽ 2p എന്ന് എഴുതാം, കാരണം ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ 1/4πε0 2p ബൈ എന്താ വരുന്നത് ബാക്കി? 2p ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2p ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സിയൽ ലൈനിലെ ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടി. എന്താണ്? E is equal to 1/4πε0 2pr by r square minus a square the whole square along SP അല്ലേ? ഇതിനകത്ത് അപ്പോൾ നമുക്ക് പറയാം ഫീൽഡ് ആക്ട് ചെയ്യുന്നത് എലോങ് ദി ആക്സിസ് ഓഫ് ഡൈപോൾ. ഡൈപോളിന്റെ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനാണ്, വിച്ച് ഈസ് ഡയറക്റ്റഡ് ഫ്രം -q to +q. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് a <r ആണെങ്കിൽ അവിടെ എന്ത് പറ്റും? E is equal to 1/4πε0 2pr. അതിനകത്തുനിന്ന് നമുക്ക് എനെ നെഗ്ലക്ട് ചെയ്യാം ഈ ഒരു ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ r⁴ എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ബാക്കി r³ ആയിട്ട് മാറുന്നു. അത് ഇവിടെ നമുക്ക് എഴുതാം. E is equal to 1/4πε0 2p by r³ along എന്ത് തന്നെയാണ്? SP എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ആ ഒരു ആക്സിയൽ ലൈനിൽ നമ്മൾ എനെ നെഗ്ലക്ട് ചെയ്യുമ്പോഴുള്ള അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ലൈനാണോ ആ ഒരു ഡൈപോളിനെ ബൈസെക്ട് ചെയ്യുന്നത്, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ആ ഒരു ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡൈപോളിന്റെ സെൻട്രലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് A ആൻഡ് A. അപ്പോൾ ഈ സെൻട്രലിൽ നിന്ന് വരച്ചിരിക്കുന്ന ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ. ആ ഒരു ഇക്വറ്റോറിയൽ ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈപോളിന്റെ മൊമെന്റ് നമുക്കറിയാം 2aq. അതുപോലെ തന്നെ S എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇക്വറ്റോറിയൽ ലൈനിൽ എടുത്തിരിക്കുന്നത്. അത് എത്ര ഡിസ്റ്റൻസ് ആണ്? r ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് S ഡ്യൂ ടു +q ആൻഡ് -q. ഓക്കെ, മാഗ്നിറ്റ്യൂഡുകൾ എന്താണ്? സെയിം ആണ്. +q കാരണവും -q കാരണമുള്ള മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ A ആണ്
-q കാരണം എസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ തന്നെ ഈ ബി ആണ്, ബി കാരണം എസിലുള്ള എന്ത് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ എയുടെയും അതുപോലെ തന്നെ ഈ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻസ് ആണ് ഡിഫറൻറ്റ്. ഓക്കെ, ഈ എ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എസ് എ എന്ന് പറഞ്ഞ ഡയറക്ഷനിലാണ് ഈ എയുടെ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഈ ബി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എസ് ബി എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഡയറക്ഷനിലേക്ക് എസ് ബി എന്ന് പറയാൻ കാരണം ഇവിടെ ഞാൻ ഇതിനെ ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ പി എന്നെടുക്കാം. ഓക്കെ, പി എന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എസ് പി എന്ന് പറഞ്ഞ ഡയറക്ഷനിലാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ നമുക്കതിന് ആർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ എസ് ആർ എന്ന് പറഞ്ഞ ഡയറക്ഷനിലായിരിക്കും ആരുടെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻസ് മാത്രമാണ് അവിടെ ഡിഫറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് വെക്ടറുകളാണ് അല്ലേ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ആണ് അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ റിസോൾവ് ചെയ്യണം. ഓക്കെ, ഇതിനെ റിസോൾവ് ചെയ്തിട്ടാണ് ഈ എന്ന് പറഞ്ഞ റിസൾട്ടൻറ്റ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്? വെർട്ടിക്കൽ കോമ്പണൻ്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആയിട്ടും നമുക്കതിനെ റിസോൾവ് ചെയ്യാം. അതെങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഇ ബി എന്നുള്ളത് തീറ്റ അലൈൻമെന്റിലാണ്. അതിന് ഇ ബി സൈൻ തീറ്റ ആയിട്ടും ഇ ബി കോസ് തീറ്റ ആയിട്ടും നമ്മൾ റിസോൾവ് ചെയ്തു. അതുപോലെ തന്നെ ഇ എനെയും ഇ എ കോസ് തീറ്റ ആയിട്ടും ഇ എ സൈൻ തീറ്റ ആയിട്ടും റിസോൾവ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഫീൽഡ് അറ്റ് എസ്, ഓക്കെ, ടോട്ടൽ ഫീൽഡ് അറ്റ് എസ് എന്നുള്ളത് നമുക്ക് ഇ എന്നെടുക്കാം അല്ലേ? ആ ഒരു ഇ, ടോട്ടൽ ഫീൽഡ് അറ്റ് എസ് എന്ന് പറഞ്ഞാൽ ഇ ആണ് അല്ലേ? ടോട്ടൽ ഫീൽഡ് അറ്റ് എസ് ഇതല്ലേ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞത്, ഇ. നമുക്കതിനെ ഇ എന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്ത് കാരണമാണ്? ഇ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു വെർട്ടിക്കൽ കോമ്പണൻസ് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ആവുന്നു. അതുകൊണ്ട് ഹൊറിസോണ്ടൽ കോമ്പണൻസ് കാരണം ഉള്ളതാണ് ഇ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദി ഏത് കോമ്പണൻസ് ആണ്? വെർട്ടിക്കൽ കോമ്പണൻസ്. വെർട്ടിക്കൽ കോമ്പണൻസ് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ കോമ്പണൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോമ്പണൻസ് ഇ ബി സൈൻ തീറ്റ ആൻഡ് ഇ എ സൈൻ തീറ്റ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഓക്കെ, ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് നമുക്ക് പറയാം they cancel each other. ഇനി ഹൊറിസോണ്ടൽ കോമ്പണൻസ് ഒരേ ഡയറക്ഷനിലേക്കാണ് അവർ ആഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് വരെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2EA കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മതി. ഇ എ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. 2 ഇൻറ്റു ഇ എ എന്ന് വെച്ചാൽ എത്രയാണ്? 1/4πε0 Q ബൈ എന്തെഴുതാം? ഇവിടെ നോക്കാം, Q ബൈ ഈ ഒരു എ എസ് എന്ന് പറയുന്നത് എത്രയാണ്? r² പ്ലസ് a² ആണ്. ഓക്കെ, അപ്പോൾ r² പ്ലസ് a². ഇനി കോസ് തീറ്റ നമുക്ക് എഴുതാം. നോക്കിക്കേ, കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്തായിട്ടാണ് പോകുന്നത്? കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ a ബൈ ഇവിടെ √r² പ്ലസ് a². ഇതെന്താണ്? √r² പ്ലസ് a². അറിയാലോ എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അതാണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് r² പ്ലസ് a². ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ √r² പ്ലസ് a². അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇൻറ്റു എ ബൈ എ ആണ്, എ ബൈ ആ റൂട്ടിനെ മാറ്റിക്കൊണ്ട് നമുക്കതൊന്ന് പവറിലാക്കി എഴുതാം. അത് പവറിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ കിട്ടുന്നു എ ബൈ r² പ്ലസ് a² റേസ് ടു 1/2. ഓക്കെ, അപ്പം എന്താ കിട്ടിയ? 2QA വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇതുമാണ്, ഇസ് ഈക്വൽ ടു 2QA ബൈ 1/4πε0 2QA ബൈ എന്തെഴുതാം? 1 + 1/2 ദാറ്റ് ഈസ് r² പ്ലസ് a² റേസ് ടു 3/2. ഓക്കെ, 3/2. 3/2നെ എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും എന്താണ്?
3/2 എന്നും കൂടി നമ്മൾ കൊടുത്തു. ഇനി കൊടുക്കേണ്ടത് 2QA ആണ്. 2QA നമുക്ക് കൊടുക്കാം. E is equal to എന്ത് വരുന്നു? 1/4πε0 P by R square plus A square raised to 3/2. എങ്ങോട്ടാണ് ഡയറക്ഷൻ? ഈ എന്ന് പറഞ്ഞ ഡയറക്ഷൻ ആണ്. ഇങ്ങോട്ടാണ് ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അതിനൊരു പേര് കൊടുത്താൽ നമുക്കിടാം. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തത്? ആറും പിയും കൊടുത്തു. ഇനി ഇവിടെ ഞാനൊരു പേര് കൊടുക്കുന്നു, Q എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ Q എന്ന് കൊടുത്തു കഴിഞ്ഞാൽ SQന്റെ ഡയറക്ഷനിലാന്ന് പറയാം. 1/4πε0 P by R square plus A square raised to 3/2 along SQ എന്ന് എനിക്ക് പറയാം. അതുപോലെ തന്നെ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പാരലൽ ടു എന്താണ്? ഈ ഡൈപോളിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ്. ആൻഡ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഫ്രം -Q to +Q അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? പാരലൽ ടു ദി ആക്സിസ് ഓഫ് ഡൈപോൾ ആൻഡ് ഡയറക്റ്റഡ് ഫ്രം +Q to -Q. The resultant electric field direction is such that, okay, it is directed from +Q to -Q, that is in a direction opposite to the dipole moment and parallel to axis of electric dipole. Okay, clear ആണല്ലോ? ഇതാണ് എക്സ്പ്രഷൻ. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? A r കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതുവാണ്, ക്യാൻസൽ ചെയ്തിട്ട്. ഓക്കെ, ഇവിടുത്തെ മാത്രം ഒന്ന് ഇറേസ് ചെയ്തിട്ട് A r കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? A r കൊടുത്തു കഴിഞ്ഞാൽ A നമ്മൾ ആ ഒരു ടേമിൽ നിന്ന് ക്യാൻസൽ ആക്കും. പിന്നെ അവിടെ റിമെയിൻ ചെയ്യുന്നത് ആര് മാത്രമായിരിക്കും? ആറ് മാത്രമായിരിക്കും അവിടെ റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാം ഈ A r. അപ്പം എന്തായി മാറുന്നു? E is equal to 1/4πε0 P by R square. Yes, R square raised to 3/2 per cube എന്ന് തന്നെ കിട്ടും. ഓക്കെ, സിമിലർ ആണ്. ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് സിമിലർ ആണ്, പക്ഷേ അവിടെ 2P ആയിരുന്നു, ഇവിടെ P ആണ്. ഓക്കെ, അപ്പോൾ 2 ടൈംസ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ 2 ടൈംസ് ആണ് നമുക്ക് ആക്സിയൽ ലൈനിൽ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചെന്നുള്ളത് ക്ലിയർ ആയല്ലോ? അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈപോളിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഡൈ ഇലക്ട്രിക് മോളിക്യൂൾസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഏതൊക്കെയാണ് ഡൈ ഇലക്ട്രിക് മോളിക്യൂൾസ്? അതിന്റെ ക്ലാസിഫിക്കേഷൻ പോളാർ ആയിട്ടും നോൺ പോളാർ ആയിട്ടും. ഓക്കെ, പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പോളാർ മോളിക്യൂൾസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസും അതിന്റെ സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതിന് ഒരു സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? ഒരു പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വാട്ടർ, അതുപോലെ തന്നെ HCl. ഓക്കെ, എന്തായിരുന്നു പോളാർ മോളിക്യൂൾസിന്റെ പ്രത്യേകത? അവരുടെ നെഗറ്റീവ് ചാർജസിന്റെയും പോസിറ്റീവ് ചാർജസിന്റെയും സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പൊ നോൺ പോളാറിൽ എങ്ങനെയായിരിക്കും? അവരിൽ സെന്റേഴ്സ് ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നു? കോയിൻസൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലല്ലേ അതിനൊരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യാനും ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ദേ ഹാവ് നോ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ നോൺ പോളാർ മോളിക്യൂൾസ് ആരായിട്ട് മാറുന്നു? പോളാർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ഓക്കെ, എക്സാമ്പിൾസ് എന്താണ്? CO2, അതുപോലെ തന്നെ CH4. ഓക്കെ, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? നോൺ പോളാർ മോളിക്യൂളിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഡൈപോൾ വെച്ചിട്ട് എങ്ങനെയാണ് മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? ഡൈപോൾ മൊമെന്റ് അവരിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്തു? അവരിലെ ആ ഒരു ഡൈപോൾ മൊമെന്റ് പെർമനന്റ് ആണോ അല്ലെങ്കിൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴുള്ളതാണോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡൈപോൾ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is equal to 2AQ. അത് ഒരു യൂണിഫോം ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താ സംഭവിക്കുന്നത്? അതില് എത്തരത്തിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് ഡൈപോൾ ഇരിക്കുന്നത്. ഇതിൽ +Qയിലുള്ള ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലും -Qയിലുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നെറ്റ് ഫോഴ്സ്, ഡൈപോളിലുള്ള നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നെറ്റ് ഫോഴ്സ് ഓൺ ഡൈപോൾ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. രണ്ട് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്
ഡിസ്റ്റൻസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ചെറിയ സെപ്പറേഷൻ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു കപ്പിളാന്ന് പറയാം. ഓക്കെ, ആ ഒരു കപ്പിളിന്റെ മൊമെന്റ് ഓഫ് കപ്പിൾ, അതിനെ തന്നെ നമുക്ക് ടോർക്ക് എന്ന് പറയാം. മൊമെന്റ് ഓഫ് കപ്പിൾ ഓർ ടോർക്ക്. ഇവിടെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ്, അതാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് കപ്പിൾ. ടോർക്ക് എന്ന് ഓർത്തിരുന്നാൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്കിനെ നമുക്ക് എഴുതാം ഫോഴ്സ് ഇൻറ്റു എന്താണ്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ഫോഴ്സ് നമുക്ക് എഴുതാം. എന്താണ് അവിടുത്തെ ഫോഴ്സ്? QE എന്ന് എടുക്കാം. ഓക്കെ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? BC കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, BC കണ്ടുപിടിക്കാനായിട്ട് സൈൻ തീറ്റ എടുക്കാമല്ലോ. ഓക്കെ, സൈൻ തീറ്റ എടുക്കുമ്പോഴത്തേനും BC നമുക്ക് എഴുതാം. BC ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, BC ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സൈൻ തീറ്റക്ക് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. ഓക്കെ, എന്നാലാണ് BC വരുന്നത്. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു BC ബൈ 2a, അല്ലെങ്കിൽ BC ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 2a സൈൻ തീറ്റ. ഓക്കെ, ഇസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ. അതിവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും 2a സൈൻ തീറ്റ എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ Q ഇൻറ്റു 2a എന്ത് വരുന്നു? Q ഇൻറ്റു 2a ഡൈപോൾ മൊമെന്റ് ആണ്, PE സൈൻ തീറ്റ എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു PE സൈൻ തീറ്റ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അതിനെ വെക്റ്റർ ഫോമിലാക്കുമ്പോഴത്തേനും ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E. ഓക്കെ, ഇനി ഇതിനെ തന്നെ നമുക്കിനി കുറച്ച് കേസസ് കൊടുക്കാനുണ്ട്. എന്നിട്ട് ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് പറയാം? 0. തീറ്റ ഇസ് ഈക്വൽ ടു 0ക്ക് നമുക്ക് എഴുതാം TE ഇസ് ഈക്വൽ ടു PE സൈൻ 0 which is equal to 0. ഇതെന്താണ്? This is a case of stable equilibrium. ഇതെന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കേസാണ്. ഓക്കെ, ഇനി അടുത്തത് തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? TE ഇസ് ഈക്വൽ ടു PE സൈൻ പൈ ബൈ 2 which is equal to PE. ഇതെന്താണ്? മാക്സിമം ടോർക്ക് ആണ്, മാക്സിമം ടോർക്ക്. ഇനി അടുത്തത് തീറ്റ ഇസ് ഈക്വൽ ടു 180. അവിടെ നമുക്ക് കിട്ടും T ഇസ് ഈക്വൽ ടു PE സൈൻ 180 0. ദിസ് ഇസ് എ കേസ് ഓഫ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടു, മാക്സിമം കണ്ടു, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയവും കണ്ടു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പേര് പോലെ തന്നെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തായിട്ടും ക്ലോസ് ആയിട്ടും അതുപോലെ തന്നെ യൂണിഫോം ആയിട്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജസിനെയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? ചാർജസ് ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലോസ്ലി ആൻഡ് യൂണിഫോംലി ക്യാൻ ബി കൺസിഡേർഡ് ആസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ചാർജ് ഡെൻസിറ്റിനെ മൂന്നായിട്ട് തിരിക്കാം. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ എന്ന് എഴുതാം. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ഇതാണ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അതിനെ ലാംഡ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അതിനെ നമുക്ക് സിഗ്മ എന്ന് വിളിക്കാം. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഇത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ഇനി ചാർജ് പെർ യൂണിറ്റ് വോളിയം, അതിനെ നമുക്ക് വിളിക്കാം വോളിയം ചാർജ് ഡെൻസിറ്റി റോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിഗ്മ, അതുപോലെ തന്നെ ലാംഡ, സിഗ്മ, റോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫ്ലക്സ്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞിരുന്ന ലോ ആണ്. എന്താണ്? ഗോസ് ലോ. എന്താ പറയുന്നത്? ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്. ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആയിരിക്കും.
എന്താ പറയുന്നത്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ക്ലോസ്ഡ് സർഫസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോട്ടൽ ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ ആണെങ്കിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഇന്റഗ്രൽ ഓവർ ദി സർഫസ് φ is equal to നമുക്ക് എഴുതാം φ is equal to ഇന്റഗ്രൽ over the surface E dot ds is equal to 1/ε0 times q. ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിക്ക് എക്സ്പ്രഷൻ എഴുതാം? φ is equal to 1/ε0 times q എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ഒരു സർഫസിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഇന്റഗ്രൽ ഓഫ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഫ്ലക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഗോസസിലൂടെ പ്രൂഫ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് ചാർജ്. ഓക്കെ, പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റും നമ്മളൊരു സ്പെറിക്കൽ ആയിട്ടുള്ള ഗോസിയൻ സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഗോസിയൻ സർഫസ് ആയിട്ട് വിളിക്കാം. ഓക്കെ, അത്തരത്തിൽ ഇങ്ങനെ ഇതിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നോർമലി ഔട്ട്വേർഡ്സ് ആണ്. ഈ ഒരു സർഫസിന് നോർമൽ ആണ്, അത് ഔട്ട്വേർഡ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ്? d phi is equal to E dot ds എന്ന് എഴുതാം. എന്നാൽ E and ds are in the same direction. ഓക്കെ, E and ds in same direction. അതുകൊണ്ട് തന്നെ E ds എന്നുള്ളത് നമുക്ക് ഒരു ഡോട്ട് മാറ്റിയിട്ട് E ds എന്ന് എഴുതാം. E and ds are in same direction. Okay, both are in same direction. So we could write the formula for flux as d phi is equal to E ds. ഇനി ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ് d phi എന്തായിരുന്നു? d phi is the small flux through the small area. ഓക്കെ, ചെറിയ ഏരിയയിലുള്ള ഫ്ലക്സ് ആയിരുന്നു d phi. ഇനി ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി സർഫസ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ് which is equal to phi is equal to integral E ds which is equal to E into integral over ds. Okay, what is E? E is equal to നമുക്ക് എഴുതാം phi is equal to E എന്ന് പറഞ്ഞാൽ 1/4πε0 r square ആണ്. 1/4πε0 r square into ε0 q by r square. ഓക്കെ, q by r square into ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സർഫസിന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടോട്ടൽ കിട്ടും. അത് എത്രയാണ്? 4πr² ആണ്. ഓക്കെ, 4πr² ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും we get phi is equal to 1/ε0 times q. That is 1/ε0. The total charge enclosed by the surface is the electric flux through a closed surface. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വയർ, യൂണിഫോംലി ചാർജ് ആയിട്ടുള്ള ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വയർ. ഓക്കെ, അപ്പോൾ അത് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നിന്ന് r ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് E. ഓക്കെ, ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ചുറ്റും r റേഡിയസ് വരുന്ന ഒരു സിലിണ്ടറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതിന്റെ എൻഡ് ഫേസസ് ആണ് ഇത് രണ്ടും. അതുപോലെ തന്നെ കർവ്ഡ് സർഫസ് ആണിത്. അതിന്റെ ലെങ്ത് L ആണ്, റേഡിയസ് R ആണ്. ഇനി ഈ ഒരു വയർ അത് ഈ ഒരു സിലിണ്ടറിന്റെ ആക്സസ് ആകും വിധമാണ് നമ്മൾ ആ ഗോസിയൻ സർഫസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് പോവാം. ഇവിടെ ഇയും ഡി എസും എന്താണ്? അവർ രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. എന്നാൽ ഇവിടെ എൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ഇയും അതുപോലെ തന്നെ ഡി എസും എന്താണ്? അവർ പെർപെൻഡിക്കുലർ ആണ്. ദേ ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി എൻഡ് ഫേസസ്. അവരെന്താണ്? എൻഡ് ഫേസിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ദേ ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി എൻഡ് ഫേസ്. എന്തൊക്കെയാണ്? ഇ ആൻഡ് ഡി എസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല? നമ്മുടെ എൻഡ് ഫേസസിന് ഫ്ലക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഒൺലി കർവ്ഡ് സർഫസ് കോൺട്രിബ്യൂട്ട് ടു ദി ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. Consider a uniformly charged wire of infinite length. Okay, with linear charge density lambda ആണ്. P be a point at a distance r from the wire and E എന്താണ്? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. E be the electric field at the point P. Okay, ഇനി നമുക്ക്
അവിടെ ഫ്ലക്സ് ത്രൂ ദി എൻഡ് ഫേസ് എഴുതാം. ഫ്ലക്സ് ത്രൂ ദി എൻഡ് ഫേസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? എൻഡ് ഫേസിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ത്രൂ ദി എൻഡ് ഫേസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഗോയിങ് ടു ബി 0. ഓക്കെ, കാര്യം അറിയാലോ എന്താണ്? ഇ ആൻഡ് ഡി എസ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് അറ്റ് ദി എൻഡ് ഫേസ്. അവർ റൈറ്റ് ആംഗിളിലാണ്, ഇയും ഡി എസും റൈറ്റ് ആംഗിളാണ്. എവിടെയാണ്? എൻഡ് ഫേസിൽ. ഓക്കെ, അതുകൊണ്ടാണ് അവർ 0 ആയി പോയത്. ഇനി അപ്പോൾ എൻഡ് ഫേസസിലുള്ള ഫ്ലക്സ് 0 ആയി കഴിഞ്ഞു. ഇനി ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി കേർവ്ഡ് സർഫസ് മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ ഫ്ലക്സ് phi is equal to integral E dot ds ആണ്. ബട്ട് E ആൻഡ് ഡി എസ് സെയിം ഡയറക്ഷനിലാണ്. E ആൻഡ് ഡി എസ് സെയിം ഡയറക്ഷനിലാണ്. ഇവിടെ നമ്മൾ കണ്ടു ഇയും ഡി എസും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ phi is equal to integral E ds എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എഴുതാം phi is equal to E into integral ds. ds എന്ന് പറയുമ്പോൾ ആ കേർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് എഴുതാം which is equal to E into 2πrl. ഓക്കെ, ഇതിൻ്റെ 2πrl നമുക്ക് എഴുതാം. ഇനി എന്താണുള്ളത്? ഫൈൻ്റെ ഇക്വേറ്റ് ചെയ്യാനായിട്ട്, ഫൈവിൻ്റെ ഈ സൈഡിൽ ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എഴുതാം. എന്താണ് ഫൈ എന്ന് പറയുന്നത്? 1/ε0 ടൈംസ് ക്യൂ. അതിനകത്ത് ഈ ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ടേം കൊടുത്തു കഴിയുമ്പോഴത്തേനും ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു Q/L അല്ലേ? അപ്പോൾ ക്യൂക്ക് പകരം നമുക്ക് എഴുതാം λL. ഓക്കെ, അപ്പോൾ λL ഇസ് ഈക്വൽ ടു E ഇൻറ്റു 2πrl എന്ന് നമുക്ക് പറയാം. എല്ലും എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ E is equal to, ഓക്കെ, എന്തും കൂടി ചേർക്കണം? ε0 കൂടി ഇവിടെ ചേർക്കണം അല്ലേ? λL എന്ന് പറയുന്നത് എന്താണ്? ക്യൂവിൻ്റെ വാല്യൂ ആണ്. Q/ε0 എന്നതും കൂടി ചേർക്കണം. ഓക്കെ, അപ്പോൾ എല്ലും ക്യാൻസലായി. E is equal to എന്താ വരുന്നത്? λ/2πrε0. ഓക്കെ, ഇതാണ് വരുന്നത്. λ/2πrε0 എന്നതാണ് അവിടെ വരുന്നത്. ഇവിടെ എന്തായിരുന്നു? ഒരു പോസിറ്റീവ് ചാർജ് ആയിരുന്നു അല്ലേ? പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നോർമലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആയിരിക്കുമ്പോൾ, ലൈൻ ചാർജ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ചാർജ് ആയിട്ടുള്ള ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ്. Consider a uniformly charged infinite plane sheet with surface charge density sigma. Surface charge density sigma ആണ്. ഇനി r distance ഉള്ള പോയിന്റ് ആണ് P. Okay, and r from the sheet, the P be a point at a distance r from the sheet and E be the electric field. E ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമുക്ക് എഴുതാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? E ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡും അവിടുത്തെ ഈ ഒരു പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് പിനെ ചുറ്റും നമ്മളൊരു സർക്കുലർ ഏരിയ, എ എന്ന് പറഞ്ഞ ഏരിയയുള്ള സർക്കുലർ ഏരിയ എടുക്കുന്നു. ആ സർക്കിളിന്റെ എൻഡ് ഫേസ് ആക്കിക്കൊണ്ട് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഡി എസും ഇയും എന്താണ്? സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ഈ എൻഡ് ഫേസസിൽ. അപ്പോൾ ഇത് സിലിണ്ടറിന്റെ എൻഡ് ഫേസസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ആൻഡ് ഇനി കേർവ്ഡ് സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡി എസും അതുപോലെ തന്നെ ഇയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫൈ എഴുതാം. അവിടുത്തെ ഫൈ ഇ ഡോട്ട് ഡി എസ് എന്താണ്? 0 ആണ്. കാരണം ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അറ്റ് ദി കേർവ്ഡ് സർഫസസ്. ഇ ഡോട്ട് ഡി എസ് ദി കേർവ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇയും ഡി എസും എന്താണ്? ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആണ് കേർവ്ഡ് സർഫസിന്. അത് ആ കേർവ്ഡ് സർഫസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഇലക്ട്രിക് ഫ്ലക്സിലേക്ക്. ഇനി എൻഡ് ഫേസസ് കാരണമേ എന്തുണ്ടാവുന്നുള്ളൂ? ഫ്ലക്സ് ഉണ്ടാവുന്നുള്ളൂ. അത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദി സർഫസ് ഇ ഡോട്ട് ഡി എസിനെ നമുക്ക് എഴുതാം. എന്തെഴുതാം? ഈസ് ഈക്വൽ ടു ഇ ഡി എസ് എന്ന് നമുക്ക് എഴുതാം. ഇന്റഗ്രൽ ഓവർ ദി സർഫസ് ഇ ഡി എസ് എഴുതാം. കാരണം ഇ ആൻഡ് ഡി എസ് ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഇ എ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇ എ പ്ലസ് ഇ എ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു 2EA. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വെച്ചിട്ട് നമുക്ക് എഴുതാം. സിഗ്മ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? Q/L ആണ് അല്ലേ? Q/L ആണ്. Q/L അല്ല, Q/A. ഓക്കെ, Q/A അത് എന്ത് ഡെൻസിറ്റി ആണ്? ദാറ്റ് ഇസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ഏരിയ വെച്ചിട്ട് എഴുതുന്നതാണ് കേട്ടോ. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. Q/A ആണ്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു സിഗ്മ എ. അപ്പോൾ രണ്ടിനെയും കൂടി നമുക്കിതിൻ്റെ മറ്റൊരു ഫോർമുല ഉണ്ടല്ലോ. അതായത്
ഫ്ലക്സിന്റെ മറ്റൊരു ഫോർമുല Q/ε0 വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ 2EA is equal to എന്താണ് Q സിഗ്മ A/ε0. അപ്പൊ എയും എയും ക്യാൻസൽ ആയി പോകുമ്പോൾ E is equal to σ/2ε0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. ആൻഡ് അത് എന്താണ് ആ ഒരു ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോംലി ചാർജ് ആയിട്ടുള്ള സ്പെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, നമ്മൾ എന്താ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഒരു സ്പെറിക്കൽ ഷെല്ലാണ്, അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. ഇത്തരത്തിലൊരു സ്പെറിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് കോൺസെൻട്രിക് ആണ്. ഈ ഷെല്ലിന് കോൺസെൻട്രിക് ആയിട്ടാണ് ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ആ ഗോസിയൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്ന് നമുക്ക് പറയാം. ഫ്ലക്സ് ത്രൂ ദി ഗോസിയൻ സർഫസ് is equal to integral E dot ds, അല്ലെങ്കിൽ നമുക്ക് എഴുതാം which is equal to integral E ds. കാരണം ഇയും ഡിഎസും എന്താണ്, സെയിം ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനെ എഴുതാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇനി ഇവിടെയുള്ള ടോട്ടൽ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ, ടോട്ടൽ ചാർജ് 0 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജ് 0 എന്ന് കൺസിഡർ കഴിഞ്ഞാൽ ദി ഫ്ലക്സ് എൻറ്ററിങ് ദി surface is equal to flux moving out. Okay, the flux coming inside is equal to the flux moving outwards എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം EdS അല്ലേ. EdS is equal to എന്താ എഴുതാൻ സാധിക്കുന്നത്? ഫ്ലക്സിന്റെ വേറൊരു ഫോർമുലയാണ് എന്താണ് Q/ε0 അല്ലെ. അവിടെ Q/ε0 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എഴുതാം സിഗ്മ 4πr². ക്യാപിറ്റൽ R ആണ് അവിടെ വരുന്നത് കേട്ടോ, ക്യാപിറ്റൽ R. കാരണം അതാണ് ആ ഷെല്ലിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ R²/ε0. ഇവിടെ എന്താ വരുന്നത്? അവിടുത്തെ ആ സർഫസ് ഗോസിയൻ സർഫസിന്റെ ഏരിയയാണ്. സോ πr² is equal to σ/ε0 into 4πr². ഓക്കെ, ഇനി ഈ നമുക്ക് എഴുതാം σ/ε0 into 4π ക്യാൻസൽ ചെയ്യാലോ. 4π ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് R²/R² എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി E is equal to σ/ε0. സിഗ്മക്ക് പകരം നമുക്ക് ക്യൂവിൻ്റെ ടേംസിൽ എഴുതാം. എന്താ എഴുതാൻ സാധിക്കുന്നത്? 4π എന്തായിരുന്നു അവിടുത്തെ ആ ഒരു റേഡിയസ് എന്ന് പറയുന്നത്? ചാർജ് അവിടെ എൻക്ലോസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ആ ചാർജ് പെർ ഏരിയ എന്തിൻ്റെ ഏരിയയാണ്? ആ ഒരു ഷെല്ലിൻ്റെ ഏരിയ അല്ലേ. അവിടുത്തെ റേഡിയസ്, ആ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പോൾ R² എഴുതാം ഇൻറ്റു ε0 ഇൻറ്റു R²/R². ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടുന്നു? ഈ R²ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി സെയിം ആസ് Q/4πε0 ആൻഡ് Q/4πε0 1/R² അല്ലേ. അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചെഴുതാം 1/4πε0. എങ്ങനെ എഴുതാം? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ പോലെ തന്നെ എഴുതാം. 1/4πε0 Q/R² എന്ന് എഴുതാം. ഇത് സെയിം ആസ് ആ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് തുല്യമാണ്. ഇപ്പോൾ ഈ ഷെല്ല് കാരണം P എന്ന പോയിന്റ്, R ഡിസ്റ്റൻസിലുള്ള P എന്ന പോയിന്റിൽ കിട്ടിയിരിക്കുന്നത് ഈക്വൽ ടു 1/4πε0 Q/R². ഓക്കെ, അപ്പോൾ നോക്കിക്കേ, the field produced outside the shell, ഷെല്ലിന് പുറത്തായിരുന്നു, as if total charge is concentrated at its center. ടോട്ടൽ ചാർജ് സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇതുമുള്ള ഫീൽഡാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഓൺ ദ സർഫസ് നമുക്ക് നോക്കിയാലോ. ഓൺ ദി സർഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R is equal to R എന്ന് എഴുതാം. അപ്പോൾ ഈ എന്തായിട്ട് മാറുന്നു? ഈക്വൽ ടു 1/4πε0 Q/. ഇവിടുത്തെ R എന്തായിരുന്നു? ഇവിടുത്തെ R എന്ന് പറയുന്നത് ആ പോയിന്റ് ഔട്ട്സൈഡ് ഷെല്ലായിരുന്നു. ഇവിടെ ആകുമ്പോൾ അത് R² ആയിട്ട് മാറുന്നു. ഇനി വെൻ R ലെസ് ദാൻ R, ഇൻസൈഡ് ദി പോയിന്റ്, ഇൻസൈഡ് ദി ഷെല്ലാകുമ്പോഴത്തേനും അവിടെ എന്തില്ല, ചാർജ് ഒന്നും തന്നെ എൻക്ലോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഫൈനെ നോക്കിക്കേ, അവിടെ ഫൈ തന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? ഫൈ ഇസ് ഈക്വൽ ടു എഴുതാം 1/ε0 ടൈംസ് Q ഉണ്ടോ? ഇല്ല, 0 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫീൽഡും എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻസൈഡ് ദി ഷെൽ. ഓക്കെ, ഇൻസൈഡ് ദി ഷെൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് അവിടുത്തെ ഫീൽഡും 0 തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ,
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ചാർജ് സ്പെറിക്കൽ ഷെല്ലിന്റെ ഗ്രാഫാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓർക്കുന്നുണ്ടല്ലോ. ഇതാണ് ഷെല്ലെന്ന് കരുതുക. ഓക്കെ, ആ ഷെല്ലിന്റെ റേഡിയസ് ആറായിരുന്നു എന്ന് കരുതുക. ഇൻസൈഡ് എന്താണ്? മൈനസ് എന്ന് വെച്ചാൽ ആ ഒരു നെഗറ്റീവ് ആക്സിസും കൂടി ഇവിടെ കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 0. അതായത് ആ ഒരു ഷെല്ലിന്റെ കേസിൽ ഈ ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇത്തരത്തിൽ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻസൈഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. മാക്സിമം എവിടെയാണ് വരുന്നത്? സർഫസിലാണ്. കണ്ടോ, മാക്സിമം വരുന്നത് സർഫസിലാണ്. പിന്നെ എന്ത് പറ്റുന്നു? ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇത്തരത്തിൽ ആ ഒരു പോസിറ്റീവ് ആക്സിസ് മാത്രമായിട്ടും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, എന്നാലും കറക്റ്റ് തന്നെയാണ്. 2 ആക്സിസും കൂടി കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇത്ര വരെ ഉള്ളതാണ് റേഡിയസ്. ഇത് 6 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് ഒരു ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിന്റെ ഗ്രാഫ് വരയ്ക്കുന്നതെന്നുള്ളത്.